നമസ്കാരം. ടോപ്പ് 10 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സിനിമ റിവ്യൂ, അതായത് ഓസ്ലർ, എബ്രഹാം ഓസ്ലർ എന്ന ജയറാമിൻ്റെ സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം പ്രേക്ഷകരോട് പറയണം എന്ന് തോന്നി. ജയറാമിൻ്റെ വളരെ കാലത്തെ കമ്മിങ് ബാക്ക്, വളരെ മികച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇത്രയും കാലം കണ്ടതിൽ ജയറാമിൻ്റെ നല്ലൊരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു മെഡിക്കൽ രീതിയിൽ ഉള്ള ഒരു സിനിമയാണ്. ഗസ്റ്റ് വേഷം, അതിഥി വേഷമായി മമ്മൂട്ടിയുടെ വരവ് കൂടി ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫ് പൊളിക്കുകയായിരുന്നു. അത്രക്കും ഭംഗിയായാണ് മിഥുൻ മാനുവൽ എന്ന സംവിധായകൻ ഈ സിനിമയിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഒരുക്കിയ വിരുന്ന് എന്ന് തന്നെ പറയാം. വളരെ കാലമായി നമ്മൾ നല്ലൊരു ത്രില്ലറുമായി ബന്ധപ്പെട്ട മൂവീസ് അത് കാണാൻ വളരെ ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. നമുക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ മൈന്യൂട്ട് കാര്യം പോലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന സിനിമ തന്നെയാണ്. മമ്മൂട്ടിയുടെ വരവാണ് പിന്നെ സിനിമയെ തിയേറ്ററിൽ ഒന്ന് കുലുക്കിയതെന്ന് പറയാം. വളരെ രസകരമായിരിക്കുന്നു ആ ഓരോ ക്യാരക്ടറും കൊടുത്ത രീതികൾ. ചെറുപ്പകാലവും പിന്നെ അതിനുശേഷമുള്ള ക്യാരക്ടേഴ്സും ഓരോ നടന്മാർക്കും കൊടുത്തിരിക്കുന്ന നല്ലൊരു മികവുള്ള സൂപ്പർ എന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു സിനിമ. ഇത് വലിയൊരു തിരിച്ചുവരവാണ് ജയറാമിൻ്റെ. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത ഭാഗം ഇലക്കത്തിലേക്കുന്ന ഓസ്ലർ എബ്രഹാം ഓസ്ലറിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു കാര്യം കൂടി ക്ലൈമാക്സിൽ കൊടുത്താണ് സിനിമ നിർത്തലാക്കുന്നത്. സിനിമയുടെ എൻഡാണ് രണ്ടാം ഭാഗം ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ്. പക്ഷേ സിനിമ മറ്റൊരു തലത്തിലേക്ക് പ്രേക്ഷകരെ, ഫാമിലി ഓഡിയൻസിനെ കൊണ്ടുപോകും എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. സിനിമ കണ്ടിരിക്കാൻ വളരെ നല്ല മികച്ച സ്റ്റോറി ലൈൻ ഇതിലുണ്ട്. മെഡിക്കൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റോറി തന്നെയാണ്. മെഡിക്കൽ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് റോങ് സംഭവങ്ങളെ കണക്കൂട്ടി ഒരു കാലിക്കറ്റ് കോഴിക്കോടിൽ നടന്നിരുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ നടക്കുന്ന വിദ്യാർത്ഥി സംഘത്തിൻ്റെ ഒരു ചുരുളയാത്തൊരു സ്റ്റോറിയാണ്. അതിൽ നിന്ന് വരുന്ന ചില പെർഫോമൻസാണ് മമ്മൂട്ടിയുടെയും മറ്റു ആദ്യത്തെ പുതിയ കാസ്റ്റിംഗ് ചെയ്തവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയത് ഗംഭീരമായി. അതും മമ്മൂട്ടിയുടെ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ്. ജയറാമിൻ്റെ അതിനും മികച്ച ഒരു അഭിപ്രായമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് ഒരു സംശയമില്ല. കാരണം എബ്രഹാം ഓസ്ലറിൻ്റെ കഥ അവസാനിക്കുന്നില്ല, വീണ്ടും തുടങ്ങുന്നിടത്താണ് ഇത് അവസാനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.